നമസ്കാരം. എല്ലാവർക്കും കിച്ചൻ്റെ ആദ്യ ഡെയിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് നല്ല വിളഞ്ഞ് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഠീങ്ക എന്നാണ് ഈ മാങ്ങയുടെ പേര്. അപ്പോൾ കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാമ്പഴ പുളിശ്ശേരി എന്നും മനസ്സിലെ മധുരിക്കുന്ന ഓർമ്മയാണ്. നാട്ടിൽ ചന്ത കൂടുന്ന ദിവസം അച്ഛൻ രാവിലെ പോയി ചന്ദ്രക്കാരൻ മാങ്ങ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. അമ്മ അതുകൊണ്ട് നല്ല പുളിശ്ശേരി ഉണ്ടാക്കി വയ്ക്കും. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ചോറിനോടൊപ്പം അത് കുഴച്ച് കഴിക്കുന്ന സുഖം പിന്നെ മറ്റൊന്നിനും കിട്ടിയിട്ടില്ല. അതോർത്തുകൊണ്ട് കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ മാങ്ങയുടെ പേരാണ് ഠീങ്ക. ചന്ദ്രക്കാരൻ്റെ അത്രയും വരില്ല എങ്കിലും ഇതും പുളിശ്ശേരി ഉണ്ടാക്കാൻ നല്ല മാങ്ങയാണ്. 20 മിനിറ്റോളം ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ച മാങ്ങ നന്നായി കഴുകിയെടുത്ത് മാറ്റി വെച്ചതാണിത്. ഇത് ഓരോന്നായി എടുത്ത് നന്നായി തൊലി കളഞ്ഞെടുക്കുക. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ്. മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ നല്ല എളുപ്പമാണ്. എന്നാൽ നല്ല രുചിയുള്ളൊരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി. തൊലി നന്നായി മാറ്റിയ ശേഷം മാമ്പഴങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി വേകാൻ വെക്കുക. ഈ സമയം കൊണ്ട് ഇതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നാലഞ്ച് പച്ചമുളകും കൂടി ഇട്ട് നന്നായി അരച്ചെടുക്കുക. ബാക്കി മഞ്ഞൾപ്പൊടി ഉപ്പുമെല്ലാം നമ്മൾ മാങ്ങയിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. ഈ പരുവത്തിൽ അരച്ചെടുക്കുക നന്നായിട്ട്. ഇത് നന്നായി വെന്ത മാങ്ങയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് മാങ്ങ ഉടയാത്ത രീതിയിൽ പതുക്കെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് തൈര് മിക്സിയിലിട്ട് അടിച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം പുളിയുള്ള തൈര് മതി.
എന്നിട്ട് ചെറുതായി ഇളക്കി കൊടുക്കുക. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു നുള്ള ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവാപ്പൊടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. ഇനി അത് കടുക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് കടുക് ഇടുക. കടുക് ഇതുപോലെ നന്നായി പൊട്ടിയതിന് ശേഷം ഒരു മുളക് അതിലേക്ക് കീറിയിടുക. അതിനുശേഷം ഉള്ളി ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്നത് അതിലിട്ട് ഇളക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. നന്നായിട്ട് മൂത്ത് വരണം. എന്നിട്ട് ഈ താളിപ്പ് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുണ്ടാക്കി കഴിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.